ഞാൻ സന്ദീപിനോട് പറഞ്ഞു, ക്ലാസ് മുറിയിൽ ജയകൃഷ്ണ മാഷെ വെട്ടിക്കൊന്ന പാർട്ടിയിൽ എങ്ങനെ സന്ദീപ് നിനക്ക് പോകാൻ? BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് എത്തിയതിൽ പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാന ചുക്കാൻ പിടിച്ചത് KPCC സെക്രട്ടറിയായ ഹരിഗോവിന്ദനാണ്. ഹരിഗോവിന്ദൻ മാഷ് എന്നോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ വലിയൊരു ഓപ്പറേഷനായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും പകൽ പോലെ പൊളിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ BJPയിലേക്ക് കോൺഗ്രസ് നിന്ന് ആളുകളെ അവർ ഓപ്പറേഷൻ താമര പറഞ്ഞ് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ ഹസ്തം നടത്തിയാൽ എന്താണെന്നൊരു ആലോചന. പിന്നെ എനിക്ക് മണ്ഡലം, ഈ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയാണ് എൻ്റെ ചാർജ്. ഇവിടെ BJPക്ക് വളരെ വേരുള്ള ഒരു സ്ഥലമാണ്. 16,000 വോട്ട് അവർ ഭൂരിപക്ഷമാണ്. BJPയിൽ നിന്ന് പരമാവധി വോട്ട് കോൺഗ്രസിന് സമാഹരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തനം തുടങ്ങിയപ്പോൾ BJPയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ഇത് അന്വേഷിച്ച് വന്നപ്പോൾ അവസാനം എത്തി നിന്നത് സന്ദീപിലാണ്. നമ്മുടെ പലരും സന്ദീപാണ് ഒരു നല്ല വെച്ചപ്പോൾ സന്ദീപിനൊന്ന് നമ്മൾ സമീപിച്ചു. KPCC നിർദ്ദേശപ്രകാരം. അത്രേ ഉള്ളൂ. KPCC നിർദ്ദേശിച്ചു, സമീപിച്ചു. പാർട്ടി നേതൃത്വം പറഞ്ഞനുസരിച്ച് പ്രവർത്തിക്കാനല്ല നമ്മളെ വെച്ചത്. പാർട്ടി നേതൃത്വം പറഞ്ഞ പണി നമ്മൾ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ അമ്മ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ നല്ല പ്രവർത്തകയായിരുന്നു. അവർ അഡ്മിഷൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കാലം മുതൽ തന്നെ ഈ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. സന്ദീപ് എൻ്റെ നിയോജകമണ്ഡലംകാരനാണ്. ഒറ്റപ്പാലത്ത് തച്ചനാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ചെത്തല്ലൂരാണ് അവരുടെ വീട്. അപ്പോൾ നേരത്തെയുള്ള ബന്ധം ഒന്ന് ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കിയതാണ്. ഇതിന് മുൻപ് CPM ഒക്കെ ആയിട്ട് സന്ദീപ് ചർച്ച നടത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ സമീപിക്കുമ്പോഴുള്ളൊരു നിങ്ങളെല്ലാ മീഡിയക്കാരും പറഞ്ഞ അതാണല്ലോ, സന്ദീപ് വാര്യർ CPM പോവും, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ യോഗത്തിൽ പ്രസംഗിക്കും. ഇതൊക്കെ എല്ലാ മീഡിയയും ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എന്നോടും പലരും വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സന്ദീപിനോട് പറഞ്ഞു, ക്ലാസ് മുറിയിൽ ജയകൃഷ്ണ മാഷെ വെട്ടിക്കൊന്ന പാർട്ടിയിൽ എങ്ങനെ സന്ദീപ് നിനക്ക് പോകാൻ കഴിയുക? അത് ശരിയാണോ? നീ അങ്ങനെ ചിന്തിക്കണം, അതിലേക്ക് ഒരിക്കലും പോകരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു. ആ ആശങ്കകൾ ദൂരീകരിക്കാനുള്ള പണി നേതൃത്വത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് ഓക്കെ. അത്ര. കോയമ്പത്തൂരിലായിരുന്നു ചർച്ചകളൊക്കെ അല്ലേ? അല്ല, കോയമ്പത്തൂർ ചർച്ചയല്ല. അതിപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പോയി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ബാംഗ്ലൂർ ദിവസം കളയാനില്ല. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഒരു മീഡിയേറ്റർ സ്ഥലം കണ്ടെത്തി. അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് നേരം കൊണ്ട് പോയിട്ട് വരാമല്ലോ. ഈ സന്ദീപിൻ്റെ പ്രധാന ആശങ്ക എന്തായിരുന്നു ഇപ്പോൾ ഞങ്ങളോട് പറയാൻ പറ്റുന്നത്? അല്ല, പ്രധാന ആശങ്ക പറഞ്ഞ് വേറൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസ്സിൽ വരാൻ തയ്യാറുണ്ട്. കോൺഗ്രസ് ഒരു മഹാസാഗരമാണ്, വലിയ പാർട്ടിയാണ്. അപ്പോൾ വലിയ പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്ന ഒരു നല്ല യുവ നേതാവാണ്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്കോപ്പ് ഈ പാർട്ടിയിൽ ഉറപ്പ് വരുത്തണം. അത്രമാത്രം അദ്ദേഹത്തിന് ഡിമാൻഡുള്ളൂ. അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ പാർട്ടിയിൽ കൊടുക്കാൻ കഴിയുമോ, കിട്ടുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഓഫർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരു ഓഫറും ഇല്ല. ഒരു ഓഫറും ഇല്ലാതെ അദ്ദേഹം തിരിച്ചു വന്നു. നമ്മൾ പാർട്ടിയിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ കൂടെ നിർത്തും. പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കും. പാർട്ടികളെ സംരക്ഷിക്കും. പാർട്ടി അദ്ദേഹത്തിന് ജോലി കൊടുക്കും. അത്രയൊക്കെ തന്നെ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ സ്വാഭാവികമാണ്, നിങ്ങളൊക്കെ മീഡിയ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മത്സരിക്കാൻ നമ്മൾ പാർട്ടി അടുത്ത തവണ ഒരു സീറ്റ് കൊടുക്കും. അദ്ദേഹം ഏത് സീറ്റ് ആവശ്യപ്പെട്ടാലും അത് കൊടുക്കും. അതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം ഒറ്റപ്പാല പറഞ്ഞു കേൾക്കുന്നത് ഈ മാഷിൻ്റെ ഒരു തട്ടകം കൂടിയാണ്. കഴിഞ്ഞ തവണ സരിൻ കാരണം പോയ ഇതുകൂടിയാണ്. അവസാനം ഈ സന്ദീപിനെ കൊണ്ടുവന്ന് മാഷിന് ഒറ്റപ്പാലം കിട്ടാത്തൊരു സാഹചര്യം വരുമോ? അല്ല, അതിൽ തെല്ലും ആശങ്കയില്ല. കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് സുകുമാരൻ മാഷ്, ഞങ്ങളുടെ നേതാവ് P. ബാലേട്ടൻ. നമ്മൾ കോൺഗ്രസ് ഉണ്ടാക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എന്താകും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. സന്ദീപ് വാര്യരെ പോലെ ഒരാൾ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അവിടെ എൻ്റെ ലാഭനഷ്ടമല്ലോ ചർച്ചയുണ്ട്. സന്ദീപ് വാര്യർ ഒറ്റപ്പാലാണ് ചോദിക്കുന്നതെങ്കിൽ ഒറ്റപ്പാലം പാർട്ടി കൊടുക്കുമായിരിക്കും. അങ്ങനെ ഒറ്റപ്പാലം പാർട്ടി സന്ദീപ് വാര്യർ കൊടുത്ത സന്ദീപ് വാര്യർക്ക് വേണ്ടി ഞാൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും. അത്രേ ഉള്ളൂ ആ കാര്യത്തെക്കുറിച്ച്. അവിടെ അത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ അത് മാഷ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണോ? ഒരു മുറിക്കലും അല്ല. കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസ്സിൽ ആര് വന്നാലും അവരെ സ്വീകരിക്കണം. ഇന്നലെ സന്ദീപ് പറഞ്ഞ പോലെ ഈ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ആർക്കും സുസ്വാഗതം. അതാണ് ഏറ്റവും സംശയവും അത്ഭുതവും ഉണ്ടാക്കിയത്. കോൺഗ്രസ് ഇങ്ങനെ നടത്തിയ ഒരു ഓപ്പറേഷൻ ആരും അറിഞ്ഞില്ല. അവസാന നിമിഷമാണ് അത് അറിഞ്ഞത്. ഇത്ര രഹസ്യമാക്കി വെച്ചത് എങ്ങനെയാണ്? അത് അറിയാമല്ലോ, കോൺഗ്രസ്സിനെ അത് ആരെ ഏൽപ്പിക്കണമെന്ന് അറിയാം. ഞങ്ങൾ ഒരുപാട് കാര്യം പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന KPST എന്നുണ്ടായത്. ഏതെങ്കിലും സംഘടനകൾ, കോൺഗ്രസിൻ്റെ സംഘടനകൾ ഒന്ന് രണ്ടാവല്ലാതെ ഒന്നായിട്ട് കണ്ടിട്ടില്ല. 3 സംഘടനകൾ ഒന്നായി. ഇനിയും കൂടുതൽ ഇപ്പോൾ BJPയുടെ ഒരു തട്ടകത്തിൽ കൂടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ BJPക്കാർ വരുമോ? സന്ദീപ് വന്നതുകൊണ്ട് BJPയിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടുമോ? സന്ദീപ് വന്നുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുമല്ലോ. ഇപ്പം ഇന്നലത്തെ പത്രത്തിൽ കാണില്ലേ, കൗൺസിലർമാർ വരെ സന്ദീപ് സരിനെ പോലല്ല. സരിൻ്റെ കൂടെ നിഴൽ പോലും പോയിട്ടില്ല. മറ്റൊക്കെ വെറുതാണ്. ഇവിടെ അതല്ല. സന്ദീപ് വന്നതുകൊണ്ട് കേരളത്തിലുടനീളം ധാരാളം ആളുകൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരും. ഈ ഖർവാ ബസി ഇവിടെ നടക്കും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്.
അതോടൊപ്പം തന്നെ ഈ സന്ദീപ് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒക്കെ ഇന്നലെ തിരുത്തി പറഞ്ഞു. ഞാൻ പുതിയൊരു മനുഷ്യനായി പഴയ പ്രത്യയശാസ്ത്രം പിഴുതെറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയിപ്പിച്ചത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായത് എങ്ങനെയാണ്? അല്ല, അദ്ദേഹം തന്നെ നല്ല പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അദ്ദേഹം ചെറിയൊരു വെടിവെച്ച് കൊന്ന ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കോൺഗ്രസ്സുകാർ പലരും പറയുന്നുണ്ട്. ഇന്നലെ അയ്യപ്പദാസ് പറഞ്ഞല്ലോ മറുപടി. അത് സ്വരാജ് പറഞ്ഞ ഡയലോഗാണ്. സ്വരാജ് പറഞ്ഞ ഡയലോഗ് എടുത്ത് സ്വരാജിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അത് കട്ട് ചെയ്ത് മീഡിയ ഇദ്ദേഹം പറഞ്ഞായിട്ട് കാണിച്ചു. അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയാണ് അദ്ദേഹത്തെ പുറത്താക്കിയ സുരേന്ദ്രൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ അമ്മാമൻ വലിയൊരു RSൻ്റെ വലിയ നേതാവാണ്. നോർത്ത് ഈസ്റ്റേൺ മേഖലകളിൽ ഇന്നും മണിപ്പൂർ ആ മേഖല കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അവിടെ ആരും മന്ത്രിയാണെന്ന് ചോദിക്കേണ്ട ഇയാളുടെ അങ്കിളാണ്. അത്ര ഒരു കുടുംബത്തിൽ നിന്ന് നമുക്കൊരാൾ കിട്ടിയത്. അത് BJP നിന്ന് ഒരാളെ കോൺഗ്രസ്സിന് ലഭിക്കുക. BJPയിലേക്കല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും ആളുകൾ വരുന്നുണ്ട്. ആ പാർട്ടിയുടെ കട പൂട്ടാൻ പോകുന്നു എന്നുള്ള സിഗ്നലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. എന്നാലും വലിയൊരു ഓപ്പറേഷൻ്റെ ഭാഗമായതിലൊരു സന്തോഷമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ആ പാർട്ടിയെ ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ അധ്യാപക ലോകത്തിന് തന്നെ, ഇതൊക്കെ ടീച്ചേഴ്സാണ്. ഞങ്ങളുടെ അധ്യാപക ലോകത്തിന് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കും പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊരു ആത്മസംതൃപ്തിയാണ്. പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിൽ, ഹരിഗോവിന്ദ് മാഷ്, അങ്ങനെ കുറച്ച് പേര്, ബെന്നി ബെഹനാൻ, പി വി മോഹനൻ, ദീപോദാസ് മുൻഷി, KC വേണുഗോപാൽ, അദ്ദേഹത്തോട് പെർമിഷൻ വാങ്ങിച്ചു. നമ്മുടെ KPC പ്രസിഡന്റ്, എല്ലാവരും ഉണ്ട്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ച പണി അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കോൺട്രിബ്യൂഷനിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു പാലമായി അത്രേ ഉള്ളൂ. എന്തായാലും സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഹരിഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ അവരുടെ അധ്യാപക സംഘടനയും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.